ഇന്നൊരു പറക്കും മെഷീനെ പരിചയപ്പെടുത്താണ്ട് അതും DSG ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഒരു കിഡിലൻ ഐറ്റം, വോക്സ്വാഗന്റെ വാഹനം, അതും വെൻഡോ ഡുവൽ ടോണിലൊക്കെ നിൽക്കുന്ന കിഡിലൻ പ്രൊഡക്റ്റ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലോ കിലോമീറ്റർ ഉള്ള ഒരു ഡീസൽ വാഹനം, അതും 2015 മോഡലിൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ എലൈറ്റ് i20 സ്പോർട്സ് ഓപ്ഷണൽ എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 70,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിളക്കിയാൽ 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. സ്പോർട്സ് ഓപ്ഷണൽ എന്ന പേരിൻ്റെ ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പേരിനാണ് ആസ്റ്റ ഓപ്ഷണൽ താഴെ നിൽക്കുന്ന പേരിനാണ് സ്പോർട്സ് ഓപ്ഷനിൽ. ആസ്റ്റ എന്നുള്ള പേരിൻ്റെ അതിൻ്റെ ഹെഡിയിൽ പോകുന്നുണ്ടെങ്കിലും സ്പോർട്സ് ഓപ്ഷനിൽ ബേസിക്കലി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ബിൽഡ് മ്യൂസിക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗും ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു വേരിയൻ്റാണ് ആ സ്പോർട്സ് ഓപ്ഷണൽ എന്ന വേരിയന്റ്. ഡീസൽ എഞ്ചിൻ 1.4 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ഏകദേശം 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഹ്യുണ്ടായിൻ്റെ i20 എലൈറ്റ് i20 എന്നൊരു വാഹനം. 70,000 കിലോമീറ്റർ ഡീസലിനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. ഈ ഒരു വാഹനം നമുക്ക് 5,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റോറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ ക്രോം ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വെതർഷിപ്പിൻ്റെ ഭാഗത്ത്, അതേപോലെ റെയിൻ ഗാർഡിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു ക്രോം ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് സിൽവറിൻ്റെയും ആ ഒരു ക്രോമിൻ്റെയും ഫിറ്റിംഗ്സ് വന്നുകൊണ്ട് ആ ഒരു സൈഡ് പ്രൊഫൈലിനുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലൈറ്റും ടെയിൽ ഗേറ്റും ഒക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പരിക്കും ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഒരു സാറിൻ്റെ ഒരു ലോഗോ ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാമേജും കാര്യങ്ങളും ഒന്നും വരാത്ത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായിൻ്റെ എലൈറ്റ് i20 എന്ന ഡീസൽ എഞ്ചിൻ നിൽക്കുന്ന ഒരു വാഹനം. ഇനി വെൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 മോഡൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. റൂഫ് ബ്ലാക്ക് ചെയ്തതിനു ശേഷം ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. DSG ഹൈലൈൻ എന്ന വേരിയന്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവർ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ബിൽഡ് മ്യൂസിക്, സ്റ്റാരിംഗ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. പാഡൽ ഷിഫ്റ്റിംഗ് ഇതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടില്ല. പാഡൽ ഷിഫ്റ്റിംഗ് വരുന്നില്ല. പിന്നെ അതേപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ സെറ്റിംഗ്സ് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വന്നുള്ളത്. DSG ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കുന്നില്ല, ഒരു സംശയം വേണ്ടാത്ത ഒരു കിടിലൻ പ്രോഡക്റ്റ്. നമ്മൾ അതിനനുസരിച്ച് മൈലേജും വളരെ കുറവായിരിക്കും. ഒരു 10-12 റേഞ്ചിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പെർഫോമൻസ് എത്രത്തോളം കൂടും അത്രത്തോളം മൈലേജ് കുറയുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ പെർഫോമൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് ഈ ഒരു സെഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന വോക്സ്വാഗന്റെ വെൻഡോ എന്ന 1.6 എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. സ്വന്തമാക്കാം 5,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിനിലേക്ക് ഒരു ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ എലൈറ്റ് i20 എന്നൊരു വാഹനവും സെഡാൻ സെഗ്മെന്റിൽ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വെൻഡോ 1.6 എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. 2 വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും ബുക്കിംഗ് നാഷണൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നു. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.